പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശുദ്ധ ബെർണാഡ് അമ്മയെപ്പറ്റി പറയുന്ന വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഏറ്റുചൊല്ലാം. ഒരുമിച്ച് പറഞ്ഞ്, മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല. മറിയം കാക്കുമ്പോൾ നീ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. മറിയം നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല. മറിയം നിനക്ക് അനുകൂല ആയിരിക്കുമ്പോൾ നീ നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് അതിവേഗം ചെന്നെത്തും. ഒരിക്കൽ കൂടി പറയാം, മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല. മറിയം കാക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. മറിയം നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല. മറിയം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ നീ നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് അതിവേഗം ചെന്നെത്തും. പറഞ്ഞ്, ആവേ മരിയ, ആവേ മരിയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. നമുക്കിരിക്കാം, നമുക്ക് എല്ലാവരും സമീപിക്കാം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെപ്പറ്റി സഭ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അമ്മയോട് ചേർന്നിരുന്ന് കുറേ കൂടി ഈശോയെ സ്നേഹിക്കാനും അമ്മയുടെ ഉമ്മലഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, കത്തോലിക്ക സഭ നമ്മെ എപ്പോഴും ഓർപ്പിക്കും, നമ്മളെല്ലാവരും നമ്മുടെ നിത്യഭവനത്തിലേക്കുള്ള യാത്രയിലാണ്, അല്ലേ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ നിത്യമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശയോട് കൂടെയാണ് ഒരു ക്രൈസ്തവൻ കണ്ണു തുറക്കേണ്ടതും ഒരു ദിനമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒരു ദിവസം സ്വസ്ഥതയോടെ ശാന്തമായി കിടന്നുറങ്ങേണ്ടതും. ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ, ഈ നിത്യഭവനത്തിലേക്ക് യാത്ര ചെയ്ത നമുക്ക് മുന്നോടിയും ഉത്തമ മാതൃകയുമായ പരിശുദ്ധ അമ്മയെ ഈ ദിനങ്ങളിൽ നമ്മൾ ഈ അമ്മയുടെ മണ്ണിലായിരുന്നു കൊണ്ട് കുറെ കൂടി ആഴത്തിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. പറഞ്ഞ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് അലംഭാവം വന്നേക്കാം. അലംഭാവം, അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ഒരു അലംഭാവം, അതായത് ജീവനിലേക്കുള്ള നമ്മുടെ യാത്രയെ ഈ ലോകത്തിന്റെ ശക്തി പിശാച് ഇങ്ങനെ അലംഭാവം കൊണ്ട് പിടിച്ചു നിർത്തും. ഒന്നാമത്തെ അലംഭാവം ഇങ്ങനെയാണ്: സമയം കുറച്ചുകൂടി ഉണ്ടല്ലോ, ഇന്നിപ്പോ നാളെ കുറച്ചും കൂടി നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം, ഇന്ന് ഇത്തിരി ക്ഷീണമാണ്, നാളെ സമയമുണ്ട്, ആകെ 40 വയസ്സേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി നാളുകൾ ജീവിക്കാൻ കിടക്കുന്നു, ഇന്ന് കുറച്ചും കൂടിയൊക്കെ സന്തോഷിച്ച് ഇന്നൊരു കുഞ്ഞു കാര്യം ചെയ്ത് ഒരു സന്തോഷം കണ്ണിന്, ഒരു സന്തോഷം ശരീരത്തിന്, ഒരു വർത്തമാനത്തിലൂടെയുള്ളൊരു സന്തോഷം, കാഴ്ചയിലൂടെയുള്ളൊരു സന്തോഷം, നാളെ ഒന്ന് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് കുറച്ചും കൂടി നന്നായേക്കാം എന്നുള്ളൊരു ചിന്ത ആര് നമ്മുടെ മനസ്സിൽ തരും? പിശാച് നമ്മുടെ മനസ്സിൽ തരും. അത് അലംഭാവത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുക: നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അല്ലേ? നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല. ചൂടുള്ളവന് പേടിക്കേണ്ട കാര്യമില്ല, അവൻ ജീവിച്ചിരിക്കുമ്പോഴും കർത്താവിന്റെ കൂടെയാണ്, അവൻ മരണത്തിലും കർത്താവിന്റെ മടിയിലേക്കാണ് വീഴുക, അവൻ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ദൈവത്തെ കാണാൻ അതിവേഗം എടുക്കപ്പെടുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. തണുപ്പുള്ളവനോ, അവൻ വീണ് കിടക്കുന്നവനാണ്. അവന് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷെ കർത്താവിന്റെ വചനം കേൾക്കുകയോ ഏതെങ്കിലും ഒരു ഗാനം കേൾക്കുകയോ ആരെങ്കിലോടും സംസാരിക്കുമ്പോൾ ദൈവസ്നേഹത്തെ പറ്റി കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവന്റെ തണുത്തുറഞ്ഞ മനസ്സിൽ ദൈവസ്നേഹം ഇങ്ങനെ കത്തിപ്പടരാൻ തുടങ്ങും. അവനൊരു പക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വെളിപാട് ഗ്രന്ഥകാരൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ്: നിനക്ക് ചൂടുമില്ല, നിനക്ക് തണുപ്പുമില്ല. അത് കാരണം നിനക്ക് മന്ദതയായതുകൊണ്ട് നീ എങ്ങോട്ട് വീഴുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നിനക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിലെ ദൂതൻ പറയുന്നു, നിന്റെ ദൈവം നിന്നെ അവന്റെ അധരത്തിൽ നിന്ന് തുപ്പിക്കളഞ്ഞേക്കാം. നീ ഒരു പക്ഷേ
പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയേക്കാം. നിങ്ങളിങ്ങനെ ഓർക്കണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ വഴിയരികിലെല്ലാം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന മരമൊക്കെ കണ്ടേക്കാം. ആ മരം അങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നെങ്കിലും അത് വീഴാതെ നിൽക്കാൻ കാരണം മണ്ണിലുള്ള അതിൻ്റെ വേരിൻ്റെ പിടുത്തമാണ്, അല്ലേ? എത്ര കാറ്റ് വന്നാലും ചിലപ്പോൾ ആരെങ്കിലും തള്ളിയിട്ടാലും പെട്ടെന്നത് വീഴാതിരിക്കാൻ കാരണം അത് ഒരു വശത്തേക്കാണ് ചരിഞ്ഞു നിൽക്കുന്നതെങ്കിലും വേര് മണ്ണിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് വീണു പോകില്ല. എന്നാൽ എപ്പോഴാണോ ഈ മണ്ണിൽ നിന്ന് അതിൻ്റെ വേരിൻ്റെ പിടുത്തം, വേര് അറുത്ത് മാറ്റപ്പെടുന്നത്, അത് ഏത് വശത്തേക്ക് വീഴും? ഏത് വശത്തേക്ക് വീഴും? അത് എതിർഭാഗത്തേക്ക് തിരിഞ്ഞു വീഴോ? ഞാൻ ഏതായാലും വേരിന്റെ പിടുത്തം വിട്ടുന്ന മറ്റേ ഭാഗത്തേക്ക് വീണേക്കാമെന്ന് കരുതി മരം മറുഭാഗത്തേക്ക് വീഴോ? ഏതു ഭാഗത്തേക്കാണോ ഈ മരം ചാഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തേക്ക് തന്നെ മരം വീഴും. നമുക്ക് വേണ്ടി നമ്മുടെ ഈശോ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്കുള്ള യാത്രയിൽ ഈ ഭവനത്തെപ്പറ്റി നമുക്ക് അറിയാമെങ്കിലും ബോധപൂർവം അതിൽ നിന്ന് മാറി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഇനിയും സമയമുണ്ട്, കുറച്ചു നാൾ കൂടി കഴിയട്ടെ, തൽക്കാലം ഈ ലോകസുഖങ്ങളിൽ ഇങ്ങനെയൊന്ന് സന്തോഷിച്ച് നല്ലൊരു വീട്, 2 വാഹനങ്ങൾ, 2 നില വീട്, നല്ലൊരു ജോലി, കൂട്ടുകാരുടെ കൂടെ യാത്ര, ഇതെല്ലാം കഴിഞ്ഞ് കർത്താവിങ്കിലേക്ക് തിരിയാമെന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കാം എൻ്റെ വേര് മുറിഞ്ഞു പോണത്. ഞാൻ ഏതു വശത്തേക്ക് വീഴും? ഞാൻ ഏതു ഭാഗത്തേക്കാണോ ഞാൻ ചാഞ്ഞിരിക്കുന്നത് അവിടേക്ക് ഞാൻ വീണു പോയേക്കാം. അതുകൊണ്ട് ഇത് ഗുരുതരമായൊരു കാര്യമാണ്. ഒന്ന്, സമയമുണ്ട്, മാറ്റിവെക്കാമെന്നുള്ള അലംഭാവം മാറ്റിവെക്കണം. ഇനി രണ്ടാമത്തേതൊരു അലംഭാവമാണ് ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്കിടയിലും കുഞ്ഞുങ്ങൾക്കിടയിലും ഒക്കെ ശക്തമാണ്. സ്വർഗമുണ്ടോ നരകമുണ്ടോ, മരണത്തിന് ശേഷം വിധിയുണ്ടോ, ഒരു ധാരണയുമില്ല. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ എങ്ങനെയെങ്കിലും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് കുറെ കൂടി സന്തോഷിച്ച് ആഹ്ലാദിച്ച് കുറെ രാജ്യങ്ങൾ സന്ദർശിച്ച് കാഴ്ച കണ്ട് അല്പം ഒരു പ്രൗഢിയും അധികാരമുള്ള ഒരു സ്ഥാനമാനങ്ങളോടുകൂടെ മരണത്തിലേക്ക് പോവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു ചിന്തയായി മാറി. സ്വർഗത്തെ പറ്റിയോ നരകത്തെ പറ്റിയോ നിത്യജീവനെ പറ്റിയോ ഒരു ബോധ്യമില്ലാത്തൊരവസ്ഥ, ഇതും പിശാച് തരുന്ന ഒരു അലംഭാവമാണ്. അപ്പം നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ചിന്തിക്കുക, നമ്മുടെ ലക്ഷ്യം നിത്യജീവിതത്തിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു തരത്തിലും നമ്മുടെ വഴി മുടങ്ങപ്പെടരുത്. ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം ഒരിക്കലും നഷ്ടപ്പെടാൻ നമുക്കിടയാകരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ അഭിവന്ദ്യ പിതാവും ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് തനിക്ക് മുൻപിൽ ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞ ഈ സന്തോഷത്തെ, അതൊരു സന്തോഷമാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞാലും അമ്മയ്ക്കതൊരു ഹൃദയഭേദകമായ കാര്യമായിരുന്നു. ആ ഒരു കാര്യത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അമ്മ എങ്ങനെയാണോ തൻ്റെ സ്വർഗീയമായ ഭവനത്തിലേക്കുള്ള യാത്രയിൽ നടന്നു കാണിച്ചത്, അതുപോലെ നമ്മൾ നടക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിന്തകളെല്ലാം ഈ ദിവസങ്ങളിൽ കേൾക്കാം. അമ്മയോട് കൂടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പൊതുവെ ഒരു സംശയമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ സ്റ്റാൻലി അച്ഛൻ വരുമ്പോൾ നമ്മളോടത് പറയും. അമ്മയെ പറ്റിയുള്ള ചില അഭിസംബോധനകളിൽ ചില മാറ്റങ്ങൾ വരണം എന്നൊക്കെ സഭ പഠിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു. അത് സഭയുടെ പുതിയ പഠനമൊന്നുമല്ല എന്ന് നമുക്കറിയാം. കാലഘട്ടങ്ങളായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടെ സഭ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് അപ്രകാരം നമ്മെ പഠിപ്പിച്ചതെന്നും സഭ പറയുന്നുണ്ട്. ഒരിക്കലും സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ, അല്ലേ? അമ്മയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് നോക്കുന്നത് മറന്നു പോകാതിരിക്കാനാണ് സഭ നമ്മ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള പ്രഘോഷണങ്ങളും ധ്യാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു വീഴ്ച അതായിരിക്കാം എന്ന് സഭ നമ്മോട് പറയുകയാണ്. അമ്മയോട് ചേർന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈശോയാണ്. അമ്മയെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈശോയായിരിക്കണം. അമ്മ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോഴും അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യവും നാഥനും ഈശോയായിരിക്കണം. നമ്മൾ ഓർക്കണം, അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഈശോയോട് കൂടെ എങ്ങനെയാണോ ജീവിച്ചത്, അമ്മ ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അമ്മ എങ്ങനെയാണോ തരണം ചെയ്ത് ഈശോയിലേക്ക് നോക്കിയത്, അപ്രകാരം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ശ്രമമായിരിക്കണം നമ്മുടെ എന്ന് സഭ പറയുകയാണ്. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമ്മ എവിടെയാണ്? ജീവിച്ചിരുന്നപ്പോൾ അമ്മ ഈശോയോട് കൂടെയാണ് നടന്നത് എന്ന് സഭ വിശ്വാസ സത്യങ്ങൾ വിശുദ്ധ വചനം പഠിപ്പിക്കുമെങ്കിൽ അമ്മ ഇപ്പോ എവിടെയാ? അമ്മ ഇപ്പോ ഈശോയുടെ വലതുഭാഗത്ത് സ്വർഗത്തില് നമ്മുടെ നാഥന്റെ കൂടെ ഉണ്ട്.
അപ്പൊ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മുടെ കാര്യങ്ങളിൽ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടാകും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണാലോ ഇടറിയാലോ അമ്മ അത് ആരോട് പറയും? ഈശോയോട് പറയും. പറഞ്ഞേ ഹല്ലേലൂയ, ആവേ മരിയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ദിനങ്ങളിൽ കേൾക്കുകയാണ്. തിരുസഭ 51-ാമത്തെ ഒരു ഖണ്ഡികയിൽ, അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു പ്രാമാണിക രേഖയാണ്, സഭയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു പ്രാമാണിക രേഖയാണ് തിരുസഭ. അതിന്റെ 51-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അവരോടുള്ള സംസർഗവും, ആരോടുള്ള സംസർഗവും, അതായത് പരിശുദ്ധ മറിയത്തോടും വിശുദ്ധരോടുമുള്ള സംസർഗവും സാഹോദര്യവും വഴി. അതായത് അതിന് തൊട്ടു മുമ്പ് സഭ പറയുകയാണ്, സ്വർഗീയമായ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന വിശുദ്ധരോടും പരിശുദ്ധ മറിയത്തോടും മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല. സഭ പറയുകയാണ്, അങ്ങനെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നുമില്ല. നമ്മൾ വിശുദ്ധ കുർബാനയുടെ 3-ാമത്തെ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ സാധാരണ നമ്മുടെ ദേവാലയങ്ങളിൽ 2-ാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയായിരിക്കും ചെല്ലാറ്, ചെറിയ സ്തോത്രയാഗ പ്രാർത്ഥന, അതായത് പരിശുദ്ധൻ എന്നുള്ള പാട്ട് കഴിഞ്ഞതിന് ശേഷം. അതിൽ 3-ാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമാണ്, സഭയെ പറ്റി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന തിരുസഭ എന്ന പ്രാമാണിക രേഖയിലെ 49-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുകയാണ്: സ്വർഗീയ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട് കർത്താവിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധരും പരിശുദ്ധ കന്യകാമറിയവും ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടുകൂടെയും പിതാവിന്റെ അടുക്കിലിരുന്ന് നമുക്ക് വേണ്ടി, ആർക്കു വേണ്ടി? ഈ ബലിയർപ്പിക്കുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൽ ഒരു നാളും വിരമിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. തീർച്ചയായും നമ്മൾ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ അമ്മ ഈശോയോട് പറയുന്നുള്ളൊരു ബലമാണ് നമുക്ക് അമ്മയുടെ നാമത്തിൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു സന്തോഷവും ഒരു ഉറപ്പും തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യബലിയുടെ സമയത്താണ് സഭ കൂടുതലായിട്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതെന്ന് കൂടി ഈ സമയത്ത് അച്ഛൻ കൂട്ടിച്ചേർക്കുക. അതായത് അമ്മയെ പറ്റിയുള്ള അഭിസംബോധനകളെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അതായത് അമ്മയോടുള്ള പ്രാർത്ഥനകളെല്ലാം നല്ലതാണ്. ജപമാല പ്രാർത്ഥനയും വണക്കമാസ പ്രാർത്ഥനയും അമ്മയോട് ചേർന്നുള്ള ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാം നല്ലതാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് നമ്മൾ മറന്നു പോകരുത്. അതേതാണ്? അമ്മ പരിശുദ്ധ കുർബാനയുടെ ഉപാസകയായിരുന്നു. അതായത് സഭയും വിശുദ്ധ കുർബാനയും എന്ന പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനം ചാക്രിക ലേഖനത്തിൽ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈശോയെ പറ്റി നന്നായിട്ട് അറിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോയിരിക്കണം. ഈശോയെ പറ്റി നന്നായിട്ട് അറിയണമെങ്കിൽ മറിയത്തിന്റെ സ്കൂളിൽ പോകണമെന്ന് പറയാം. അതായത് മറിയത്തിന്റെ വിദ്യാലയത്തിൽ പോകണം. മറിയത്തിന്റെ വിദ്യാലയത്തിൽ പോയി ഒരു കൊച്ചുകുട്ടികള് ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കി ആദ്യ അക്ഷരം പഠിച്ചെടുക്കാൻ അവർ കൗതുകത്തോടെ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നത് പോലെ മറിയത്തിന്റെ മുൻഭാഗത്ത് അമ്മയോട് ചേർന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അധ്യാപികയായ അമ്മ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആരെ മനസ്സിലാവും? ഈശോയെ മനസ്സിലാവും. പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യം ഇതാണ്, ചില സംബോധനകൾ തെറ്റാണെന്നല്ല, മറിച്ച് മറിയത്തെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ മറക്കരുത്. പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ദിവ്യകാരുണ്യം. അതായത് മറിയത്തെ പറ്റിയുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു വീഴ്ചയാണ് സഭ ചൂണ്ടിക്കാട്ടിയത്. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ജപമാല പ്രാർത്ഥിക്കും, നന്നായിട്ട് കരുണക്കൊന്ത ചൊല്ലും, നന്നായിട്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകും, നമ്മൾ മാതാവിന്റെ ദേവാലയത്തിൽ നൊവേനയിൽ പങ്കെടുക്കും. പക്ഷേ ദിവ്യബലി അർപ്പിക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ കൂദാശയിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോകുന്നു. ഈ ഒരു കാഴ്ചയാണ് സഭ കണ്ടതും തിരുത്താനായിട്ട് ശ്രമിക്കണം. അതായത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കരുതെന്നല്ല, പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയല്ലെന്നുമല്ല, മറിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് അമ്മ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുണ്ടെന്ന് സഭ നമ്മെ ഓർപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭ അതിൽ പറയുക, ഏറ്റവും വലിയ ആരാധനയായ
പരിശുദ്ധ കുർബാന അർപ്പണം, ദിവ്യബലി അർപ്പണത്തിലാണ് ആരുടെ സാന്നിധ്യം കൂടുതൽ നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നത്? പരിശുദ്ധ അമ്മയുടെ. അതുകൊണ്ടാണ് ആരാധനക്രമത്തെ പറ്റിയുള്ള സഭയുടെ പഠനമായ ഒരു ഗ്രന്ഥമുണ്ട്. ആരാധനക്രമം, ലിറ്റർജി എന്നാണ് അതിന്റെ പേര്. അതിന്റെ 8ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ് സഭ: ഏറ്റവും കൂടുതലായി പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധരെയും സഭ അനുഭവിക്കുന്ന ഒരു സമയമാണ് ദിവ്യബലി അർപ്പണമെന്ന ആരാധനക്രമം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിനെ പറ്റി നമ്മൾ കേൾക്കുന്ന ഈ ക്ലാസ്സുകൾ, നമ്മൾ ഇവിടെ ഇരുന്ന് കുറിച്ചെടുക്കുന്ന നോട്ടുകൾ, നമ്മൾ ഇവിടെ ഒരുമിച്ച് ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന, നമ്മുടെ ഗാനാലാപനങ്ങൾ, ശനിയാഴ്ചയുള്ള പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നൊവേനയിലെ പങ്കുചേരൽ, ഇതെല്ലാം നമ്മെ കുറെ കൂടി താല്പര്യമുള്ളവരാക്കി മാറ്റണം. എന്തിനു വേണ്ടി? ദിവ്യബലി അർപ്പിക്കുന്നതിൽ താല്പര്യമുള്ളവരാക്കി മാറ്റണം. ജപമാലയ്ക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച്, ജപമാല മുട്ടുകുത്തിയെന്ന് ജപമാല ചൊല്ലി, കൈവിരിച്ച് ജപമാല ചൊല്ലി, ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ അലസരായി തലയിൽ മാന്തി, വായയിൽ കോട്ടുവായിട്ട്, ഞൊട്ടയടിച്ച്, സമയം നോക്കി, കണ്ണടച്ചിരുന്നുറങ്ങി, വചനം കേട്ട് 3/4 മണിക്കൂറോ 1/2 മണിക്കൂറോ ചെലവിടുകയാണെങ്കിൽ ഇവിടെ സഭ പഠിപ്പിക്കുകയാണ്, ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് പ്രഭാതത്തിലെ അഭിവന്ദ്യ പിതാവിനെ കേൾക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത ഉണ്ടാകണം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കുറിച്ചെടുക്കുന്ന നോട്ടുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ, അടിമ സമർപ്പണ പ്രാർത്ഥനയുടെ ഒരുക്കങ്ങൾ, ഇതെല്ലാം നമ്മെ നയിക്കേണ്ടതും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടതും എങ്ങോട്ടാണ്? ഈശോയിലേക്കാണ്. ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന ഈ മേശയുടെ വലതുഭാഗത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് സഭ നമ്മെ ഓർപ്പിക്കുകയാണ്. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഒരു കാര്യം കൂടി അച്ഛൻ പറയാം. അതായത് പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള സഭയുടെ പഠനങ്ങളിൽ സഭ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കാം ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്, ക്രൈസ്തവ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ഇത്രയും പ്രാധാന്യമുള്ളവളായി മാറേണ്ടത്? ഒന്നാമത് സഭ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നസറത്തിലെ തിരുക്കുടുംബത്തിന്റെ നായികയായ മറിയം ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും മാതാവും രാജ്ഞിയുമായി മാറേണ്ടതാണ്. നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദിവ്യരഹസ്യം ഇങ്ങനെയാണ്: എല്ലാ ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും രാജ്ഞിയായി പരിശുദ്ധ കന്യകാമറിയത്തെ മുടി ധരിപ്പിക്കപ്പെട്ടതോർത്ത് നമുക്ക് ധ്യാനിക്കാം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ പഠനം ഇങ്ങനെയാണ്. അതായത് ഓരോ കുടുംബത്തിന്റെയും, ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും മാതാവായി, രാജ്ഞിയായി ആര് നിയമിക്കപ്പെട്ടിരിക്കുന്നു? പരിശുദ്ധ കന്യകാമറിയം. ഇത് ഓരോ കുടുംബവും ഓർക്കണം. എന്നിട്ട് സഭ അതിന്റെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ പറയും. ഒന്ന്, അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും മിശിഹായുടെ കൃപയിലും, അതായത് മിശിഹായുടെ കൃപയിലും വിശുദ്ധിയിലും ജീവിച്ച പരിശുദ്ധ മറിയത്തിന്റെ സഹായം കുടുംബത്തിൽ എപ്പോഴും ആഗ്രഹിക്കേണ്ടതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം കട്ടിയുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സഭ ആദ്യ നാൾ മുതൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ എന്തുകൂടി കുടുംബ പ്രാർത്ഥനയിലും വേണമെന്ന് ഓർപ്പിച്ചുകൊണ്ടിരുന്നത്? ജപമാല. പറഞ്ഞേ ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വേണമെന്ന് സഭ ഓർമ്മിപ്പിക്കാൻ കാരണം എന്താണ്? അത് കൗൺസിലിലെ നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാര്, സഭയുടെ പഠനം ഇങ്ങനെയാണ്: കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും മറിയത്തിന്റെ സഹായം എപ്പോഴും വിളിച്ചപേക്ഷിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? 2 കാര്യങ്ങളാണ് സഭ പറയുക. ഒന്ന്, മിശിഹായുടെ കൃപ കുടുംബത്തിനുണ്ടാകാൻ. അതായത് നമ്മൾ പറയൂലേ ഗ്രേസ് എന്നൊക്കെ പറയുമല്ലോ, ദൈവവര പ്രസാദം, ഗ്രേസ്. ഈ ദൈവത്തിന്റെ കരുണ, ഈ ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ ഒന്ന്. രണ്ടാമത്തേത്, വിശുദ്ധിയിൽ ജീവിക്കാൻ, മാതാപിതാക്കളും മക്കളും വിശുദ്ധിയിൽ ജീവിക്കാൻ ആരുടെ സഹായം നമ്മൾ അപേക്ഷിക്കേണ്ടതാണ്? പരിശുദ്ധ അമ്മയുടെ. ഹല്ലേലൂയ, ആവേ മരിയ. അതുകൊണ്ടാണ് ആദ്യ നാളുകൾ മുതൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഒഴിവാക്കപ്പെടാത്തൊരു കാര്യമായി എന്ത് ചേർക്കപ്പെട്ടിരിക്കുന്നത്? ജപമാല ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കണം. സഭ പറയും, നമ്മുടെ കൈകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നാം അമ്മയോട് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പറയുകയാണ്. കാരണം കന്യകാമറിയത്തെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് എല്ലാ മക്കളുടെയും അമ്മയായി
ഈശോ ഏൽപ്പിച്ചു. അതുകൊണ്ട് ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും ആരുടെ അധീനതയിലായിരിക്കണം? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അധീനതയിലും സംരക്ഷണത്തിലുമായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മറിയത്തെ വിളിക്കേണ്ട മൂന്നാമത്തെ കാര്യപ്രകാരമാണ്, മറിയം കുടുംബത്തിന്റെ രാജ്ഞിയാകുമ്പോൾ തിരുക്കുടുംബത്തിൽ മറിയം എങ്ങനെയാണോ ഈശോയ്ക്ക് വിശ്വാസത്തിന്റെ ദീപം പറഞ്ഞു കൊടുത്തത്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും മറിയം ഈ വിശ്വാസ ദീപം പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോയുടെ പരസ്യ ജീവിത കാലത്തെ നമ്മൾ ഇങ്ങനെയാണ് വിവരിക്കുക. ഈശോ സ്ത്രീകളോടുള്ള ഈശോയുടെ പെരുമാറ്റം, പാവപ്പെട്ടവരോടുള്ള ഈശോയുടെ പെരുമാറ്റം, രോഗികളോടും പാപികളോടുമുള്ള ഈശോയുടെ പെരുമാറ്റം, ഇതെല്ലാം ഈശോ കുടുംബത്തിൽ നിന്ന് അഭ്യസിച്ച പുണ്യങ്ങളുടെ തുടർച്ചയാണ്. അമ്മയും അപ്പനും പരിശുദ്ധ കന്യകാമറിയവും യൗസേപിതാവും എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടതെന്ന് ബാലനായ യേശുവിനെ തീർച്ചയായും പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ പരസ്യ ജീവിതകാലത്ത് ആളുകളോട് ഇത്രമേൽ കരുണ കാണിച്ചുവെങ്കിൽ അത് തീർച്ചയായും അമ്മയും അപ്പനും പറഞ്ഞു കൊടുത്തതല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് സഭ പറയുക, കുടുംബത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം ഉണ്ടാകാൻ കാരണങ്ങളിൽ ഒന്നിങ്ങനെയാണ്. അമ്മ തിരുക്കുടുംബത്തിൽ ഈശോയെ ഇത് പഠിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾ വഴിതെറ്റിപ്പോകുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറഞ്ഞിരിക്കാതെ ഈ കുഞ്ഞുങ്ങളെ അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? അമ്മ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഈശോയ്ക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അമ്മ നല്ല വഴിയിലൂടെ നയിക്കണമേ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ക്രൈസ്തവ കുടുംബങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കേണ്ടത്? സഭ ഇങ്ങനെ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ നാഥയായ മറിയം, അതായത് ഒരു അമ്മയുടെ ഏറ്റവും ഹൃദയഭേദകമായ അവസരത്തിൽ പോലും അമ്മ വീണുപോയില്ല. അതായത് സാധാരണ നമ്മൾ പറയും, ഒരമ്മയുടെ ഏറ്റവും ഹൃദയവേദന ഉണ്ടാകുന്ന അവസരങ്ങളിലൊന്ന് അമ്മ അല്ലെങ്കിൽ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരണമടയുക എന്നതാണ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ കൈവെള്ളയിൽ കിടന്ന് മരിച്ചു പോകുന്നു എന്ന് പറയുന്നത് ഒരപ്പനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ജീവനോടെ ആയിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകൻ മരണത്തിലേക്ക് കഠിനമായ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് മരണത്തിലേക്കും കുരിശുമരണത്തിലേക്കും കുരിശിൽ തൂക്കപ്പെട്ട് കണ്ണടച്ചത് ആര് കണ്ടു? പരിശുദ്ധ മറിയം കണ്ടു. അമ്മ ബോധം കെട്ട് വീണോ? അമ്മ അലറി വിളിച്ച് കരഞ്ഞോ? യോഹന്നാൻ സുവിശേഷകൻ എഴുതി വെക്കും, മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. അതിന്റെ അർത്ഥം അവൾ വെറുതെ കുരിശുമരണം കണ്ടു നിന്നു എന്നല്ല, മറിച്ച് ആ കാഴ്ച കാണാൻ വന്നവരെയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെയും ശിഷ്യന്മാരെയും അതിന്ന് വായിച്ചു കേൾക്കുന്ന നമ്മളെയും ബലപ്പെടുത്തിക്കൊണ്ട് അമ്മ വിശ്വാസത്തോടെ നിന്നു. അമ്മയ്ക്കുണ്ടായ വേദനയെയും സഹനത്തെയും കണ്ട് അമ്മ ബോധം കെട്ട് വീണില്ല. അമ്മയ്ക്കറിയാമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു കുഞ്ഞു വേദനയും വലിയ വേദനയും ഈശോ അറിയാതെ നടക്കില്ല എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെയാണോ നേരിടേണ്ടതെന്ന് ആര് പഠിപ്പിക്കുന്നുണ്ട്? പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ നമ്മെ പഠിപ്പിക്കും, നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നാം അപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം സുഖകരമായിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വേദന ഉണ്ടാകും, കടബാധ്യത ഉണ്ടാകാം, ഞെരുക്കമുണ്ടാകാം, ക്ഷീണമുണ്ടാകാം, രോഗമുണ്ടാകാം, ജോലി ഉണ്ടാകില്ല, കുടുംബജീവിതം താറുമാറായിട്ടുണ്ടാകാം, മക്കളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നുണ്ടാകില്ല, അപ്രതീക്ഷിതമായ ആരുടെയെങ്കിലും വേർപാടുകൾ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നുണ്ടാകാം. അമ്മ നമ്മോട് പറയുകയാണ്, എന്നേക്കാൾ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. എൻ്റെ മകനെ തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് പറഞ്ഞ് ആളുകൾ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചതും അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്നതും അവനെ കുറ്റമാരോപിച്ച് രാജാവിന്റെ മുൻപിൽ നഗ്നനായി നിർത്തപ്പെട്ടതും അവൻ ഭാരമുള്ള കുരിശു വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്കുള്ള വഴിയിൽ നടന്നുപോയതും അവൻ രക്തം മുഴുവൻ ചിന്തി നിലത്തു വീണതും അവനെ ആളുകൾ ക്രൂരമായി പരിഹസിച്ചതും മർദ്ദിച്ചതും അവൻ നഗ്നനായി കുരിശിലേക്ക് തൂക്കപ്പെട്ട് കണ്ണുകളടച്ചതും ഞാൻ കണ്ടില്ലേ. എന്നിട്ടും അമ്മ വീണുപോകാതെ നിന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വീണുപോകാതെ നിൽക്കണമെന്നും അങ്ങനെയെങ്കിലും പ്രതീക്ഷയുടെ ഒരു നല്ല ഉദ്ധാനത്തിന്റെ ദിവസം നമുക്ക് വരുന്നുവെന്നും അമ്മ നമ്മോട് ഓർമ്മനമായിട്ട്
ഇപ്രകാരം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അഭിവന്ദ്യ പിതാവ് വിശുദ്ധ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. സഭ പഠിപ്പിക്കുന്ന അവസാനത്തെ ഒരു കാര്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മാതൃക ഒരു കുടുംബം, ക്രൈസ്തവ കുടുംബം ആഗ്രഹിക്കേണ്ടത്? അതായത് സഭ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പല കാര്യങ്ങളും മറന്നുപോയേക്കാം, അല്ലേ? കുട്ടികളും പല കാര്യങ്ങളും മറന്നുപോകാം. പണ്ട് നിങ്ങൾ ഒരു പക്ഷെ ചെറുപ്പമായിരുന്നപ്പോഴും നിങ്ങൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഇപ്രകാരമാകാം. ഭക്ഷണത്തിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങൾ ഏതെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുരിശ് വരച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ നടയിലെ തിരുസ്വരൂപങ്ങൾ തൊട്ടുമുത്തിയിട്ട് പോയിട്ടുണ്ടാവും. ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുമ്പോഴോ നിങ്ങളുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് നിങ്ങളെ വിട്ടിട്ടുണ്ടാകും. എന്നാൽ സഭ പറയുകയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ മറന്നു പോകുന്നത് കൊണ്ട് സഭ പറയുന്നു, പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ മറന്നു പോയേക്കാം, എന്നാൽ കുഞ്ഞുങ്ങൾ മറന്നു പോകാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന് സഭ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഈ കുഞ്ഞ് തൻ്റെ അപ്പനിൽ കാണുന്ന പൗരുഷമുള്ള ഭക്തി, എത്ര ഭീകരനായിരുന്നാലും എത്ര പാവമായിരുന്നാലും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അപ്പനൊരു പുലിയാണ് എന്ന് എൻ്റെ കുഞ്ഞിന് മനസ്സിലായാൽ, എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ അപ്പൻ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞ് കണ്ടാൽ ആ കുഞ്ഞത് മറക്കില്ല. രണ്ടാമത്തേത്, അമ്മയിൽ കാണുന്ന സൗമ്യമായ ഭക്തിപ്രകടനം. എന്ത് പ്രശ്നം വന്നാലും കണ്ണുനീരൊഴുക്കി അമ്മയുടെ അടുത്ത് ചെന്നാൽ, സാരമില്ല കുഞ്ഞെ, ഈശോ നിന്റെ കൂടെയുണ്ട്, മാതാവ് നിന്നെ കാക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മയുടെ ഒരു ഭക്തിപ്രകടനം, ഇത് കുഞ്ഞുങ്ങൾ മറക്കില്ല. ഇതുകൊണ്ട് സഭ പറയുകയാണ്, ഇപ്രകാരം ഒരപ്പനെയും അമ്മയെയും രൂപപ്പെടുത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും.